മാർച്ചാകിൽ മോഹനൻ കേൾക്കുന്നത് ആലുവ ബീച്ച് എഫ് എം. പ്രേം സിനിമ ഹിറ്റായതോടുകൂടി പിള്ളേർക്കൊന്ന് ടിക്കറ്റ് കിട്ടാതെ എല്ലാവരും. എൻ്റെ പേര് റിനോഷ്. ഞാനൊരു യാത്ര പോവുകയാണ് കോയമ്പത്തൂർ. കയ്യിലാകെ 400 രൂപയേ ഉള്ളൂ. വീട്ടിലാകെ കഷ്ടപ്പാടാണ്. അവിടെ ചെന്നിട്ട് വേണം ചെറുതായിട്ടൊരു ജോലി നോക്കാൻ. കാശ്, പണം, പൈസ, മണി എന്നൊക്കെ പല പേരിൽ പറയുന്ന സാധനം ഉണ്ടായാലേ ഇനി എനിക്ക് രക്ഷയുള്ളൂ. അത് കിട്ടാൻ ഏത് പണിക്ക് ഞാൻ റെഡിയാണ്, കൊല്ലാനും മോഷ്ടിക്കാനും. എന്താണ് വേണ്ടത്? കുടിക്കാൻ വെള്ളം. ഷെയ്ക്ക് എടുക്കട്ടെ ബായ്? ജ്യൂസോ, മുന്തിരി, പൈനാപ്പിൾ എടുക്കട്ടെ ബായ്? വേണ്ട, ഒരു മില്ലിലോട്ട് വരും. അതെയോ? പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ബസ് എപ്പോഴും വരാം? ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ബസ് നിർത്തുന്നത്. ബായ് അങ്ങോട്ട് കിട്ടോ, 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ബസ് വരും. വീട്ടിലെ കാര്യങ്ങളൊന്നും പേടിക്കണ്ട, അത് ഞങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ബാംഗ്ലൂർ എത്തിയിട്ട് വിളി. ശരി. കാരുണ്യ കാരുണ്യ കാരുണ്യ, ഭാഗ്യം നിങ്ങളെ തേടുന്നു, ഭാഗ്യം നിങ്ങളെ. അണ്ണാ, അണ്ണനിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇന്ന് എന്തായാലും അവനെ കത്തിയേറ്റൊന്നും വിചാരിച്ചില്ല. അണ്ണൻ നേരെ നാട്ടിലേക്കാണോ? ഒന്ന് പാലക്കാട് വരെ പോകണം, എന്നിട്ട് ഇറങ്ങാം. ശരി എന്നാ. എന്തിനേലിപ്പോ? അമ്മായിയുടെ മുളകാണ്. അപ്പൊ അവരെ കുത്തിയാരും പറഞ്ഞു? എന്റെ പേര് വിമൽ. 20-ാം വയസ്സിൽ പാർട്ടിക്കാർ കയ്യിൽ കാശ് വെച്ചതാ ഒരുത്തനെ കൊല്ലാൻ. കാശ് കണ്ടോ പിന്നെ ഒന്നും നോക്കിയില്ല, ബസ് സ്റ്റാൻഡിലിട്ട് അവനെ അങ്ങ് കുത്തി. പിന്നെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇറങ്ങുന്നേ. അപ്പോഴേക്കും ഫ്രണ്ട്സും വീട്ടുകാരൊന്നും വന്നില്ലേ? അതിനുശേഷം ആരും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാശ് അതില്ലാതെ ഒന്നുമില്ല. അത് സത്യം. എന്റെ വീട്ടിലാകെ കഷ്ടപ്പാടാ. വയ്യാതെ എടുക്കുന്ന അച്ഛൻ, കെട്ടിക്കാറായ പെങ്ങൾ, അവിടെയൊക്കെ ഏകാശ്രയം ഞാനാ. ഇപ്പൊ എങ്ങോട്ടാ? ബാംഗ്ലൂർ. അവിടെ കൂട്ടുകാരൻ്റെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഒരു ചെറിയൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോവാം. കാശ് അതില്ലാതെ ഒന്നുമില്ല. മട്ട കണ്ടിട്ട് ബസ്സൊന്നും വരുന്നത് തോന്നുന്നില്ല. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിലല്ലേ, ഒരു ഓട്ടോ അടിച്ചാൽ പോരാ? ഓട്ടോ ചേട്ടാ. ഓക്കെ, താങ്ക്സ്. ശരിയാ ചേട്ടാ, റെയിൽവേ സ്റ്റേഷനിൽ പോകും. ആ കയറി. അയ്യോ, ബാഗ്.
പേരെന്താന്ന് പറഞ്ഞേ? ഓ സോറി, ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. എൻ്റെ പേര് റിനോഷ്. ഞാൻ കോയമ്പത്തൂർ കോളേജിൽ പഠിക്കാൻ പോവാം. പഠിച്ചിട്ട് ഒരു ചെറിയ ജോലി കൂടി നോക്കണം. കയ്യിൽ ക്യാഷൊന്നുമില്ല. അച്ഛൻ അത്യാവശ്യം ബിസിനസ്സൊക്കെ. പുള്ളിക്കാരൻ എന്നെ പറ്റി വലിയ ചിന്തയൊന്നുമില്ല. ഒരു MBA എടുത്ത് പുള്ളിക്കാരനൂടെ ബിസിനസ് ചെയ്യാനാണ് പറയുന്നത്. ചാവാൻ വേണ്ടി കയ്യിൽ വിഷം കൊണ്ട് നടക്കാൻ. यात्रियों कृपया ध्यान दीजिए, गाड़ी नंबर 1 चेन्नई से मंगलूर तक जाने वाली एक्सप्रेस को അപ്പം ശരി, എൻ്റെ പ്ലാറ്റ്ഫോം അപ്പുറം ഓക്കെ, എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ ശരി. ഇതേ വിളിക്കും. ഞാൻ നോക്കിയിട്ട് വരാം. എന്താ ഏട്ടാ? നിങ്ങളുടെ ബാഗ് സോറി, അവർ മറന്നുപോയതാ. ഇന്ന ബാഗ് ഇതെൻ്റെ പേര്. ഇതെൻ്റെ ബാഗല്ല. ആ ഓട്ടോയിലിരുന്നതാ. ആ ഓട്ടോക്കാരൻ നമ്മുടെയാണെന്ന് എഴുതി തന്നതാ. തുറന്നു നോക്കൂ, എല്ലാ ഡ്രസ്സും കാണും. ഈ ബാഗ് മുഴുവൻ കാശാണല്ലോ. ഇവിടെ ഈ ബാഗ് ആദ്യം നേരം നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ശരിയാണ്. നമുക്കൊരാളോ ഈ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. വാ പോവാം. ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ട്രാൻസ്പോർട്ട് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പൊ എങ്ങോട്ടാ നമ്മൾ പോണേ? നീ മിണ്ടാതെ പുറകെ നടന്നു വന്നാൽ മതി. ബാഗ് അവിടെ വെച്ചോ. ഈ കാശ് നമ്മുടെ ഇരിക്കുന്ന സീനാണ്. നമുക്കിത് പോലീസ് കൊടുത്താലോ? പോലീസിൽ കൊടുത്തത് നമ്മുടെ തലയിലാവും. 5 വർഷം ജയിലിൽ കിടന്നുകൊണ്ട് പറയാ. പിന്നെ ഇതെന്തേ? കാശ് അത് നമുക്ക് 300 രൂപ എടുത്താലോ? ഇതെല്ലാം എങ്ങനെ പറയുന്നു വിചാരിച്ചിരിക്കുന്നു. കാശ് നമുക്ക് 3 പേർക്ക് കൂടെ എടുക്കാം. നീയാണെങ്കിൽ കാശ് വേണ്ടിയല്ലേ ജോലിക്ക് പോയത്. ഇത് കിട്ടിയ നിന്റെ പെങ്ങളുടെ കല്യാണം, അച്ഛന്റെ ചികിത്സ. ചേട്ടനാണെങ്കിൽ കാശ് വേണ്ടിയല്ല ഒരാളെ കുത്തിയത്. ജയിലിൽ കിടന്ന് ഈ ദൈവം തന്നാന്ന് കൂട്ടിയാൽ മതി. ഇത് കിട്ടിയിട്ട് എനിക്കും കുറച്ച് പണിയുണ്ട്. ഗാന്ധിയുടെ അച്ചേരി കേട്ടിട്ട് തന്നെ എന്തോ പോലെ. നീ കുറച്ച് വെള്ളം എടുത്ത്. അവൻ ഓട്ടോയിൽ വെച്ച് പറഞ്ഞു ഓർമ്മയുണ്ട, അവൻ്റെ അച്ഛനത് ബിസിനസ്സുകാരനാണെന്ന്. അവനെ കണ്ടാലേ അറിയാം അവനൊരു കാശുള്ള വീട്ടിലാണെന്ന്. എന്നിട്ടും അവൻ്റെ ഒരു ആർത്തി. നമുക്കവനെ തട്ടിയിട്ട് ആ കാശെടുത്താലോ? നീ പേടിക്കണ്ട, വെള്ളം കൊണ്ട് അവനെ പോരും. നീ കൂടെ നിന്നാ മതി. അവനെ കൊന്നിട്ടാണെങ്കിലും ആ കാശ് നമുക്കെടുക്കണം.
ഞാൻ ജയിലിൽ പോയതേ ഒരുത്തനെ കുത്തിയിട്ടാ. എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കണം. അച്ഛൻ്റെ അസുഖം വരണം. ഈ കാശ് നിനക്ക് തന്നാലേ ഈ കഥക്കൊരു ട്വിസ്റ്റ് ഉണ്ടാവൂല. ഇതിപ്പോ നല്ല ട്വിസ്റ്റ് അല്ലേ? എന്നിട്ട് അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ശ്രീകുമാരൻ എന്ത് പറ്റിയടാ? എഴുന്നേക്കടാ. കേട്ടിട്ട് തന്നെ എന്തോ പോലെ. നീ കുറച്ച് വെള്ളം എടുത്ത്. എടാ എന്ത് പറ്റി? എഴുന്നേക്കടാ. ചാവാൻ വേണ്ടി കയ്യിൽ വിഷം കൊണ്ട് നടക്കാൻ ഞാൻ. കാശ് അതില്ലാതെ ഒന്നുമല്ല. കാശ്, പണം, പൈസ, മണിയാണെങ്കിൽ പല പേരിൽ പറയുന്ന സാധനം ഉണ്ടായാലേ ഇനി എനിക്ക് രക്ഷയുള്ളൂ. അത് കിട്ടാൻ ഏത് പണിക്ക് ഞാൻ റെഡിയാണ്. കൊല്ലാൻ, മോഷ്ടിക്കാൻ.